ഹലോ, അപ്പം നമ്മളുടെ സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഫേസിലുള്ള ഒരു ഏജിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട്, നമുക്ക് ഫേസിൽ ചുളിവുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ പാക്കുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾ എത്ര പേര് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയാനായിട്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു Q&A പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ അതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈനിങ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് എന്നോട് എന്തെങ്കിലും അറിയുന്നത്, എനിക്കിപ്പം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, എനിക്കൊരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചായിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ എടുത്തിട്ട് അവിടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു കമൻറ്റായിട്ട് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ആകട്ടെ, അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലും കാര്യമാകട്ടെ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ FB പേജും Instagram പേജും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അവിടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ അയച്ചും ചോദിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ ആൻറ്റി ഏജിങ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടത്. ലിപ്റ്റോണിൻ്റെ ഗ്രീൻ ടീ എടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ടുള്ള ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഇത് എന്തുമാത്രം മിക്സ് ചെയ്യാനായിട്ട് എന്തുമാത്രം വേണോ അതനുസരിച്ച് കേട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആൻറ്റി ഏജിങ് പാക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാക്ക് ഞാനിവിടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആകാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചെറിയ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നും മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കാത്ത കേട്ടോ. കാരണം വീഡിയോ ഒത്തിരി ലെങ്തും ആകണ്ട, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല യൂസ്ഫുൾ ആകുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്തോ മെസ്സേജ് ചെയ്തോ മെയിൽ അയച്ചോ ഒക്കെ പറയാം. എല്ലാ ഐഡിയസും ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി എൻ്റർടൈനിങ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.